SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിലൊഴിക്കാൻ പാരിതോഷികം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ തലപ്പള്ളി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും സംഗമവും നടത്തി. തലപ്പള്ളി SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷ് മാർച്ചും സംഗമവും ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ള ആ ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനും കൂടിയായ ശ്രീ ഹാരിസ് മുത്തോർ എന്ന ആ ഒരു വിടുവായുത്തൻ SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു പരാമർശം, അത് SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ മാത്രമല്ല, ഈഴവ സമൂഹത്തിനെതിരെ, ഗുരുദേവ വിശ്വാസികൾക്കെതിരെ ഒരു കടുത്ത വർഗീയ പരാമർശം നടത്തുകയുണ്ടായി. കേവലം വർഗീയ പരാമർശം മാത്രമല്ല, സമാധാന അന്തരീക്ഷത്തിൽ നടക്കുന്ന നമ്മുടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതുവഴി ഈ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യാനുള്ള മനഃപൂർവമായിട്ടുള്ള ഗൂഢാലോചന ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. എന്താ പ്രസ്താവന? SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ മുഖത്ത് കരിയോയിലൊഴിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അത് വെറും ആഹ്വാനം മാത്രമല്ല, അതിന് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈഴവന്റെ കരുത്തും ഈഴവന്റെ ശക്തിയും തിരിച്ചറിയാത്ത ഇത്തരം വിഡ്ഢികളെ. യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ KK ബിജു സ്വാഗതവും MK ബാബു നന്ദിയും പറഞ്ഞു. വടക്കാഞ്ചേരി ടൗണിലൂടെ നൂറുകണക്കിന് യോഗം പ്രവർത്തകർ അണിനിരുന്ന പ്രതിഷേധ മാർച്ചിന് യൂണിയൻ വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, ശാഖായോഗം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് പാർട്ടി മറുപടി പറയണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഒന്നിച്ചൊന്നായി പറയുന്നു